നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറക്റ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ കറക്റ്റ് ഫീലിങ്സ് എന്താണ്? King of Swords, Four of Swords, Two of Swords. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു മൊമെൻറ്റിൽ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണുള്ളത്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. ലൈക്ക് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരണോ അല്ലെങ്കിൽ വരണ്ടയോ എന്നൊന്നും ഈ ആൾക്ക് അറിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസിനെ ആളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പറയത്തില്ലേ, ലൈക്ക് ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. ലൈക്ക് അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു റിലേഷൻഷിപ്പ് അതിൽ ബ്രേക്ക് സംഭവിച്ചു, പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ടോട്ടൽ മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഒരു ടൈമിലും നിങ്ങൾക്ക് അവരോട് അത്ര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് അവരത് ചെയ്തല്ലോ, എന്താ പറയുക, ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ശരിക്കും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ആ ഒരു വ്യക്തി വേണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിൽ ലൈക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കത്തില്ല. ലൈക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, പക്ഷെ അവർ ചെയ്തിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് അവരോട് വെറുപ്പാണ്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി സെയിം എനർജിയാണ്. അതിൽ ഞാൻ നിങ്ങളോട് വെറുപ്പാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവരുടെ ഇമോഷൻസ് എന്താണോ ആ ഒരു കാര്യത്തെ ഇവർ കാണാൻ ശ്രമിക്കുന്നില്ല. ഇവർക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമാണ്, നിങ്ങളോട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക ബിക്കോസ് ഓഫ് സം ഫിയേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിയേഴ്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം എന്താ പറയുക, വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്ത് മൈൻഡിൻ്റെ ഒരു ഡിസിഷനിൽ നിൽക്കുന്ന ഒരു എനർജി ആവാം. എന്തായാലും അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ 4 മാസമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. ലൈക്ക് ആളൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻ അത്രയും വഷളായിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല, ഒന്നും ചെയ്യാനായിട്ടില്ല. കാമായിട്ടിരിക്കുക, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. അതിൽ റൈറ്റ് ടൈമിങ് ആകുമ്പോഴേക്കും റൈറ്റ് സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുക. അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം. സോ ആ ഒരു സെയിം എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തിക്കുള്ളതും. ഇവർക്കൊന്നും ചെയ്യാനില്ല. ആ ഒരു എനർജീസാണ്. ഒരു ഫിയർ ആയിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം. ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു വല്ലാത്തൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ അധികം നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നുള്ളത്. കാരണം ആൾക്ക് ഹീലിംഗ് ടൈമാണ്, ആൾക്ക് ഹീൽ ചെയ്യണം, അയാളെ തന്നെ ഹീൽ ചെയ്യാൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലാണ് ഇരിക്കുന്നുള്ളത് ഇവിടെ. ഐ തിങ്ക് നിങ്ങളും നിങ്ങളെ തന്നെ ഹീൽ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളും ഇവരെക്കുറിച്ചിട്ട് ഓർത്തിട്ട് ഡൗൺ ആവാതെ നിങ്ങൾ എന്താണോ എക്സാക്ട് സിറ്റുവേഷൻ അതിനെ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഹീൽ ചെയ്ത് പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്നാണ് എനിക്കും ഈ ഒരു റീഡിങ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. സെയിം ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു ഹീലിംഗ് ഫേസിൽ അവരെ ചെന്നിട്ട് ഐ ഡോണ്ട് നോ, മെയിലാണേലും ഫീമെയിൽ ആണെങ്കിലും ഓക്കെ ആവാമെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പോയി ചേസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ആ ഒരു ഹീലിംഗ് ഫേസ്, ആ ഒരു ടൈം കൊടുക്കുക, ഒരു ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കുക, ഹീലായി വരട്ടെ. ഓക്കെ, സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ ലീഗൽ മാറ്റേഴ്സുമായിട്ട് ലൈക്ക് എന്തോ ലീഗൽ മാറ്റേഴ്സിലൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും അവർക്ക് അങ്ങനെയായിട്ടുള്ള ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഒരു ഡിവോഴ്സ് കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ എന്താണ് ഇവർക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുകയാണ്. ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ പ്രയോറിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി തരുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട്, പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി അതിനെ സ്കിപ്പ് ചെയ്ത് കളയുന്നുണ്ടാവാം. ഓക്കെ,
ഐ തിങ്ക് നിങ്ങൾ റീസെൻ്റായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകും. ആ ഒരു കോൺഫ്ലിക്റ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇത്രയും ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചിട്ടുള്ളതും നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് ആയിട്ടുള്ളതും. ആ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ചില ചില കാര്യങ്ങൾ അത് റിലേഷൻഷിപ്പിനെ മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സെൽഫ് റെസ്പെക്റ്റിനെയും ബാധിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം ആ ഒരു എനർജി കൊണ്ട് അത്രയ്ക്കും ഇൻസൾട്ട് ആയിട്ടുള്ള രീതിക്ക് ആൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ്സെൽഫ് നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഓൾറെഡി അവരുടെ മുന്നിൽ എപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞു ചെല്ലുന്നതുകൊണ്ട് നിങ്ങൾക്കതിലൊരു ഇതുണ്ടാവില്ല. പക്ഷെ ആൾക്ക് വല്ലാത്തൊരു അഭിമാനക്ഷത ഏറ്റിട്ടുണ്ട്. അതും ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ വാക്കുകളുടെ ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജനറൽ റീഡിങ്സ് ആണ്, ഓൾറെഡി നിങ്ങൾക്കതറിയാം. എല്ലാവരുടെയും കാര്യമല്ല. സോ ഈ എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ത്രോട്ട് ചക്ര ഹീലിംഗ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രോട്ട് ചക്ര ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് അവരോട് മിണ്ടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് തുനിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്നവരുടെ കൈയും കാലും പിടിക്കാൻ ചെന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്കം അവിടെ നിന്ന് ഉണ്ടാവില്ല. പകരം നിങ്ങളുടെ ഈ റിലേഷൻ കൂടുതലായിട്ട് വഷളാവുകയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് കൈയും കാലും പിടിച്ചിട്ട് തിരിച്ചു വരണം എന്നുള്ള രീതിക്കൊന്നും പറയാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇവരുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ആൾക്ക് എന്തോ ഒരു കാര്യം ഹേർട്ടായിട്ടുണ്ട്. ആ ഒരു ഹേർട്ടായിട്ടുള്ള ഒരു എനർജിയിലാണ് ആളിവിടെ നിൽക്കുന്നത്. ഐ തിങ്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അയാൾ മാരീഡ് ആയിരിക്കാം, മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൾക്ക് ഈ റിലേഷൻ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇല്ലെങ്കിൽ ഈ റിലേഷൻ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ള രീതിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ, ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. കാരണം ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് നമുക്കിതെല്ലാം ക്ലാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എന്നിട്ടും ആൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. കാരണം ആൾക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈ റിലേഷനെ കുറിച്ചിട്ട് ഇത് വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ആൾക്ക് ഒത്തിരി ഫുൾ ഓഫ് ഇമോഷൻസ് ആണ്. നിങ്ങളുള്ളപ്പോഴാണ് ഒരു 10 ഓഫ് കപ്സ് ഫീൽ ചെയ്യുന്നത്, ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയത്തില്ല, ഒരു റിലേഷനിൽ നമുക്ക് സമാധാനം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിൽക്കാൻ പറ്റില്ല. സമാധാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ ഒരു റിലേഷനിൽ ആളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷനിൽ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ ആൾക്കൊരു സമാധാനവും ഇല്ല, ഒരു ഇന്നർ പീസ് ഇല്ല. എനിക്കറിയില്ല, നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് പൊങ്കാളിയുടെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വ്യക്തി ഇതാണ് ചിന്തിക്കുന്നുള്ളത്. നമ്മൾ എന്തായാലും അതുപോലെ തന്നെ പറയുന്നുണ്ട്. അവർക്കൊരു സമാധാനവും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുള്ളത്. ഇത്രയും കാലം ഞാൻ ഈ റിലേഷനിൽ നിന്നിട്ട് എനിക്കൊരു സമാധാനവും ഈ ഒരു വ്യക്തി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനിക്ക് തരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനിയും ബാലൻസ് ചെയ്തുകൊണ്ട് ഈ റിലേഷനിൽ പോകണോ? ഇത്രയും സ്ട്രെസ്സും ബേർഡനും, അങ്ങനെ ആൾ വിക്ടിം റോൾ പ്ലേ ചെയ്യുകയാണ്. സഹിച്ചുകൊണ്ട് ഞാൻ ഇനി ഈ റിലേഷനിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്കാണ് ആൾ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, സോ ആൾക്ക് ശരിക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിക്ക് ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയും കൊണ്ടുപോകണം എന്നൊക്കെ തന്നെ ആഗ്രഹം. എങ്ങനെയാണെങ്കിലും ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ആൾക്കറിയുന്നില്ല. എന്ത് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ആൾക്കറിയുന്നില്ല. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ. ഒരു ഫൈനലായിട്ടുള്ള തീരുമാനം റിലേഷന് വേണ്ടി എടുക്കാൻ പറ്റുന്നില്ലത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയം വേണ്ടി വരും കേട്ടോ. ഈ റിലേഷൻ ബാലൻസ് ആവാൻ സമയം എടുക്കും ഒത്തിരി അധികം. കാരണം പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഒരു 3, 4, 5 മാസത്തോളം ഇനിയും നീണ്ടു പോകും നിങ്ങളുടെ സെപ്പറേഷൻ ഫേസ്. കാരണം വളരെ ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമേ ആളിന് തിരിച്ചു വരുള്ളൂ എന്ന് എനിക്കിവിടെ തോന്നുന്നത് ഈ റീഡിങ്സ് കണ്ടിട്ട്.
ബോട്ടം ഓഫ് ദി ഡെക്ക്, 10 ഓഫ് കപ്സ്. 10 ഓഫ് കപ്സ് ഫാമിലി, മാരേജ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ടാവാം. പറയുന്നുണ്ടാവും എനിക്ക് നിന്നെ മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഫാമിലിയായിട്ട് സംസാരിക്കാം. ഒരു പക്ഷേ അതിൻ്റെ ഒരു സൈലൻസ് ആയിരിക്കാം ഇത്. ഫൈനലി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു മാരേജ് ആയിരിക്കാം കിട്ടുന്നുള്ളത്. മാരേജ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം നിങ്ങൾക്ക് ഇതിന് കിട്ടുന്നുണ്ടാവുക ഒരു ഔട്ട്കം ആയിട്ട്, ഈ ഒരു വ്യക്തിയുടെ സൈലൻസിന് ഒടുവിൽ. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാരിറ്റൽ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾ തിരിച്ച് പേജ് ഓഫ് കപ്സ് പോലെ വരും. പഴയതുപോലെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ സമയമെടുക്കും തന്നെയാണ് കാണിക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.